ബി ഗോപാലകൃഷ്ണക്ക് വരുന്നതിന് മുൻപ് ഇപ്പോൾ നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു പ്രതികരണം ഒന്ന് കേൾക്കാം. പത്മജ വേണുഗോപാൽ എന്നെ ടി വിയിൽ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ശരിയാ, ഞാൻ ടി വിയിൽ കാണാറുണ്ട്. ഞാൻ ഇന്നലെയും പറഞ്ഞു, ടി വിയിൽ എൻ്റെ പാർട്ടിയുടെ നിലപാട് പറയാൻ എനിക്ക് അഭിമാനമേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, എൻ്റെ ജീവിതത്തിൽ എപ്പോഴൊക്കെ ഞാൻ അഭിപ്രായം പറയുമോ മരണം വരെ ആ അഭിപ്രായത്തോടൊപ്പം കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ തന്നെ എനിക്ക് എഴുതുക. അല്ലാതെ രാജ്യസഭാ സീറ്റിന് വേണ്ടിയിട്ടോ എൻ്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും ED കേസ് വരുമ്പോഴോ ഞാൻ പാർട്ടി മാറാൻ പോകുന്നില്ല. അതൊന്ന്. രണ്ട്, പത്മജ വേണുഗോപാൽ എന്നെ ടി വിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ പറയുന്ന സമയത്ത് അതിന് കാരണമായ എൻ്റെ പത്രസമ്മേളനം നടക്കുന്നത് ഞാനൊരു നിരാഹാര പന്തലിരിക്കുമ്പോഴാണ്. ഞാനും ജബി മേത്തറും അലോഷ്യസും അടക്കമുള്ള ആളുകൾ നിരാഹാരത്തിലാണ്. പത്മജ വേണുഗോപാൽ എപ്പോഴെങ്കിലും ആഹാരം വേണ്ടെന്ന് വെച്ചത് ബോഡി ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും. മറ്റൊരാൾക്ക് വേണ്ടിയിട്ടും നിരാഹാരം ഇരുന്നതായിട്ടോ ഭക്ഷണം ഒഴിവാക്കിയതായിട്ടോ ഞാൻ കേട്ടിട്ടില്ല. ഇനി ഞാനും അബിനും അലോഷിയും ജബി മേത്തറും സിദ്ദിഖ് അടക്കമുള്ള ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും എത്രയോ തവണ പോലീസ് ലാത്തി ചാർജ് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ലീഡർ വാത്സല്യത്തോടെ വളർത്തിയതുകൊണ്ട് ലീഡർ പോലും ഒരു ചെറിയ ഈർക്കിൽ കമ്പ് കൊണ്ട് പോലും പത്മജ അടിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ഇനി എൻ്റെ പേരിൽ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം 8-9 കേസായി. എൻ്റെ പേരിൽ 100-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് സമരം നടത്തിയതിൻ്റെ പേരിൽ. പത്മജ വേണുഗോപാലിൻ്റെ പേരിൽ ഇനിയും ഓവർ സ്പീഡിൻ്റെ പേരിൽ വല്ലതും, എന്തായാലും ബൈക്കിലൊന്നും യാത്ര ചെയ്യത്തില്ല വെയിൽ കൊള്ളാൻ പ്രശ്നമുള്ളതുകൊണ്ട്, ഓവർ സ്പീഡിൻ്റെ പേരിൽ വല്ലതും പെറ്റിയടിച്ച കേസല്ലാതെ ഈ നാട്ടിൽ സമരം ചെയ്ത ഏതെങ്കിലും കേസുള്ളതായിട്ട് എനിക്കറിയില്ല. ബി ഗോപാലകൃഷ്ണൻ രാഹുലിൻ്റെ പരിഹാസ്യോക്തി എനിക്ക് ആരെയും അങ്ങനെ പരിഹസിക്കരുത് നിലപാടുള്ള ആളാണ് വ്യക്തിപരമായി. ബി ഗോപാലകൃഷ്ണൻ പക്ഷേ പറയുന്നതിൻ്റെ ആ കണ്ടന്റ് നോക്കിയാലോ, ഇന്നലെ പത്മജ വേണുഗോപാൽ BJP പോകുന്നു. അവരുടെ ആ സമയത്ത് അവരുടെ ഫേസ്ബുക്കിൽ ഏതാണ്ട് അതേ സമയത്ത് തന്നെ അവരുടെ ഓൺ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ വരികയാണ്, ED പേടി കൊണ്ട് ഞാൻ BJP പോകുന്നു, ഇല്ലെന്നുണ്ടെങ്കിൽ കയറി മെയ്യും, അത് കാരണം പോവല്ലാതെ മറ്റു വഴിയില്ല എന്ന് പറഞ്ഞാൽ അഡ്മിൻ എഴുതി പിടിപ്പിച്ചാണ്. സ്വന്തം അഡ്മിനെ പോലും കൂട്ടിക്കൊണ്ടുവരാൻ കഴിയാത്ത പത്മജ വേണുഗോപാലിനെ നിങ്ങൾ BJP എടുക്കുന്നത് എന്തുകൊണ്ടാണ്? കരുണാകരൻ ലെഗസി ഉപയോഗിക്കും. ഇപ്പോൾ ഇന്ന് മലപ്പുറം നിലമ്പൂരിൽ കരുണാകരൻ്റെ ചിത്രം ഫ്ലെക്സിൽ നിങ്ങൾ അടിച്ചു വെക്കുന്നു. അതാണല്ലോ നിങ്ങളുടെ ലക്ഷ്യം. ആ ലെഗസിക്ക് കിട്ടാൻ പോകുന്ന അതിലും വലിയ ആ ലെഗസിയെ വെച്ചാൽ അതിന് ചെക്ക് വെക്കുകയല്ലേ? അതിലും കരുത്തുറ്റ തലപ്പൊക്കമുള്ള ലെഗസിയിലൂടെ കെ മുരളീധരനെ തൃശ്ശൂരിൽ ബി ഗോപാലകൃഷ്ണൻ. എനിക്ക് ചിരി വരുന്നത് ഞാൻ നിങ്ങളുടെ ഈ ഭാഷയിലാണ്. ഇന്നലെ വരെ പറഞ്ഞത് പത്മജ ഞങ്ങൾക്കൊരു വിഷയമല്ല, പത്മജ പോയാൽ അഡ്മിൻ പോലും പോവില്ല. പിന്നെന്തിനാ നിങ്ങൾ ഈ പത്മജയെ പേടിച്ചിട്ട് ലെഗസിയുടെ പേരും പറഞ്ഞ് മുരളീധരനെ കൊണ്ടുവരുന്നത്? അപ്പോൾ പത്മജയെ പേടിയുണ്ട്, പത്മജയ്ക്കും ലെഗസി ഉണ്ട്. ഇപ്പോൾ പത്മജയ്ക്ക് ലെഗസി ഇല്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത്. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്, ലെഗസി മുരളിക്ക് മാത്രമേ ഉള്ളൂ, പത്മജയ്ക്ക് ഇല്ലെന്ന്. ഏത് പിതൃത്വം? അതാണ്. ഞാനൊരു കാര്യം പറയാം, പത്മജയെ രാഷ്ട്രീയമായി എതിർക്കാം, എനിക്കതിന് വിരോധമില്ല. BJPയെ രാഷ്ട്രീയമായി എതിർക്കാം, പക്ഷെ ആ സ്ത്രീയുടെ പിതൃത്വത്തെ പറയരുത്. തെറ്റാണെന്ന് പറയാനുള്ള തന്റെ നിങ്ങൾ ചോദിച്ചാൽ ഉത്തരം പറയുമ്പോ പിന്നെ നിങ്ങൾ വർത്താനം പറയില്ല. ഒരു മിനിറ്റ് ഞാൻ നിങ്ങളൊക്കെ പറയുമ്പോൾ ഉണ്ടായിരുന്ന ആളാണ്. ഞാൻ സംസാരിപ്പിക്കാൻ അനുവദിക്കില്ല. പറ്റില്ല, നിങ്ങൾ പൊക്കോ. നിങ്ങൾ പറഞ്ഞപ്പോ കേട്ടിരുന്ന ആളല്ലേ? അതല്ലേ മര്യാദ? ഞാൻ മര്യാദക്കുള്ള വർത്താനം പറയുന്നത്. നിങ്ങൾ സംസാരിക്കണ മര്യാദ കാണിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇത് പറഞ്ഞ് പൂർത്തീകരിക്കാൻ അവസരം കൊടുക്കുന്നത് ഇതുപോലെ വൃത്തികേട് പറഞ്ഞ് പൂർത്തീകരിക്കുകയാണോ? ഇല്ല, ബി ഗോപാലകൃഷ്ണൻ അറിയാം രാഹുൽ പറയുന്ന ഈ പറയുന്ന വാക്ക് ആ അർത്ഥത്തിലുള്ള വാക്കാണെന്ന് അറിയാം. പിന്നെ രാഷ്ട്രീയമല്ലേ അങ്ങനെ പറയും, അങ്ങനെ പറയാൻ ബാധ്യതയാണ് ബി ഗോപാലകൃഷ്ണൻ. പറയട്ടെ മിസ്റ്റർ ഗോപാലകൃഷ്ണൻ, ലെഗസി എന്ന് പറയുന്ന വാക്കിന് അതിന്റേതായിട്ടുള്ള അർത്ഥമുണ്ട്. എനിക്ക് ചൂണ്ടിക്കാണിക്കണം മിസ്റ്റർ. അല്ല ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അല്ല ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അല്ല ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു അതെ, വൃത്തിക മിസ്റ്റർ ബൽറാമേ, ഒരു ചാനൽ ചർച്ചയിൽ ഒരു മര്യാദയുണ്ട്. ആദ്യം ആ മര്യാദ പാലിക്കേ. നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ മിണ്ടിയില്ല. നിങ്ങൾക്ക് എന്നെ ഇന്നും ഇന്നലെ അറിയുന്നതല്ല. ബന്ധവും എനിക്കറിയാം. നിങ്ങൾ പറയുന്ന തോന്നിയാസം മര്യാദയല്ല. നിങ്ങൾ
നമ്മുടെ സമയം പോകണം, നമ്മുടെ സമയം പോകണം, നമ്മുടെ സമയം പോകണം, നമ്മുടെ സമയം പോകണം. എടോ പോടോന്നൊക്കെ താൻ വേറെ വല്ലയിടത്തും പോയി വിളിക്കും. എടോ പോടോന്നൊക്കെ താൻ വേറെ വല്ലയിടത്തും പോയി വിളിക്കും. മിസ്റ്റർ ഗോപാലകൃഷ്ണൻ, നിങ്ങളുടെ ഈ വരട്ടി കൊട്ടെടുക്കല്ലേ, ശരി, ശരി. നിങ്ങൾ മര്യാദകേട് പറയുമ്പോഴാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അല്ല ബൽറാം, അല്ല ബൽറാം, ആദ്യം നിങ്ങൾ അല്ല നമ്മുടെ സമയം പോകണം, നമ്മുടെ സമയം പോകും, നമ്മുടെ സമയം പോകും. നമ്മുടെ സമയം വിഷയത്തിലേക്ക് വരട്ടെ, വിഷയത്തിലേക്ക് വരട്ടെ, വിഷയത്തിലേക്ക് വരട്ടെ, അല്ല വിഷയത്തിലേക്ക് വരട്ടെ. രാഹുൽ മങ്കൂട്ടത്തില ആ മര്യാദകേട് പറഞ്ഞത് ഞാനല്ല, അയാൾ രാഹുൽ എന്തെങ്കിലും പറയട്ടെ, അയാൾ എന്തെങ്കിലും പറയട്ടെ, പറഞ്ഞത് ഞാനല്ല, അയാൾ എന്തെങ്കിലും പറഞ്ഞു പോട്ടെ, അയാളോടാ പറയണ്ടേ, അയാൾ എന്തെങ്കിലും പറഞ്ഞു പോട്ടെ, എന്നോടല്ല. അയാൾ നിങ്ങൾ എന്ത് വേണേ പറ. ഞങ്ങൾ ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം അയാൾ എന്ത് വേണേ പറ. നിങ്ങളുടെ ഞങ്ങൾക്ക് നിലവാരം തോന്നിയത് ആളുകൾക്ക് വീണ്ടും വീണ്ടും കേരളത്തിലെ ബോധ്യമാവട്ടെ. മുഴുവൻ ആളുകൾക്ക് തോന്നി അത് നിങ്ങളുടെ നിലവാരം ആളുകൾക്ക് വീണ്ടും വീണ്ടും ബോധ്യമായിട്ട് നിങ്ങൾ പറയും. കേരളത്തിലെ മുഴുവൻ ആളുകൾക്ക് തോന്നി. അതുകൊണ്ട് അയാൾക്കെതിരെ നിങ്ങൾ മിണ്ടാടിക്കും മിസ്റ്റർ, നിങ്ങൾ ആരെങ്കിലും സംസാരിക്കാൻ അല്ല ബി ഘോഷ് പറയട്ടെ. ചർച്ചയിൽ വന്നല്ലേ ശരി, പൊളിറ്റിക്കൽ ലെഗസി, നാട്ടുകാരോട് ശരി, പൊളിറ്റിക്കൽ ലെഗസി എന്ന് പോയി പറഞ്ഞു പോയി അടുത്തിലേക്ക് വാ. എന്റെ മര്യാദയുടെ അങ്ങേയറ്റത്താണ് ഞാൻ നിൽക്കുന്നത്. അല്ല പൊളിറ്റിക്കൽ ലെഗസി എന്ന് അടുത്ത പൊളിറ്റിക്കൽ ലെഗസി രാഷ്ട്രീയ പാരമ്പര്യം എന്നാണ് അർത്ഥം. പോട്ടെ, ഞാൻ സംസാരിക്കുന്നില്ല. പറയൂ. അതൊരു നിങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നേ, നിങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുക, നിങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകും. നമ്മുടെ സമയം വെറുതെ പോകണം, നമ്മുടെ സമയം വെറുതെ പോകണം, നമ്മുടെ സമയം വെറുതെ പോകണം, നമ്മുടെ സമയം വെറുതെ പോകണം, നമ്മുടെ സമയം വെറുതെ പോകണം. സംസാരിക്കൂ. എന്ത് അല്ല ബി ഗോപാലകൃഷ്ണൻ, ശരി, ഓക്കെ ഓക്കെ. പൊളിറ്റിക്കൽ ലെഗസി എന്ന വാക്കിന്റെ അർത്ഥം രാഷ്ട്രീയ പിതൃത്വം, രാഷ്ട്രീയ പാരമ്പര്യം എന്നാണ്. പോട്ടെ, പറയൂ. എന്നിട്ട് ഞാൻ പറയാം. ആദ്യം താൻ നിർത്ത്. താൻ ആരാന്നാ തന്റെ വിചാരം? താൻ ആദ്യം നിർത്ത്, എന്നിട്ട് ഞാൻ സംസാരിക്കാം. എടോ പോടോ താൻ വേറെ ഉള്ളടത്ത് പോയി വിളിക്കും. കുട്ടികളെ പോലെ അയാൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ അല്ല ബി സംസാരിക്കാം. ഞാൻ നിർത്തുന്നില്ല, താൻ സംസാരിക്കണ്ട. രാഷ്ട്രീയ പാരമ്പര്യം നിർത്തുന്നില്ല. സാർ, നിങ്ങളൊക്കെ കുറെ അധികം പൊളിറ്റിക്കൽ ലെഗസിയുള്ള രാഷ്ട്രീയക്കാരല്ലേ? സംസാരിച്ച് അവസാനിപ്പിക്കേണ്ടത് വെല്ലുവിളിയാണ്. നിങ്ങളൊക്കെ കുറെ അല്ല നിങ്ങളൊക്കെ കുറെ അധികം രാഷ്ട്രീയ ലെഗസിയുള്ള രാഷ്ട്രീയ പ്രവർത്തകരല്ലേ? നിങ്ങളൊക്കെ കുറെ അധികം രാഷ്ട്രീയ ലെഗസിയുള്ള രാഷ്ട്രീയക്കാരല്ലേ? ചുമ്മാ ഇരുന്ന് തോന്നിയാസം പറഞ്ഞു. ഹാഷ്മി ഇയാളെ നിയന്ത്രിക്കും. ഞാൻ പറയേണ്ടത് പറയും. രാഹുൽ മാങ്കൂട്ടത്തിനോട് പോയി പറ. ഒരു സ്ത്രീയുടെ പിതൃത്വത്തെ കുറിച്ച് പറയുമ്പോ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവില്ല, ഞങ്ങൾക്ക് വിഷമമുണ്ട്. അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയം പറഞ്ഞോ. പിന്നെ ഇത് പഴയ കോൺഗ്രസിലെ പത്മജ അല്ല, ഇതിപ്പോ BJP-യിലെ പത്മജയാ. ഞങ്ങൾ ചോദിക്കും, ഞങ്ങൾ പറയുകയും ചെയ്യും. അത് കേട്ടിരിക്കാൻ സൗകര്യം കേട്ടിരുന്നാൽ മതി. അപ്പൊ ആവർത്താനൊന്നും പറയണ്ട. ആഷ്മി എന്താ ആഷ്മി എന്നോട് ചോദിച്ചത്? അതിന് ഉത്തരം പറയാം. അല്ല ഞാൻ ചോദിച്ചത് അപ്പൊ അത്തരത്തിൽ അവസാനിപ്പിക്കട്ടെ വിചാരിച്ചിട്ടാ. ശരി, എന്തായാലും ഇടവേളയിലേക്ക് പോകണം. പൊളിറ്റിക്കൽ ലെഗസി വാക്കിന്റെ അർത്ഥം രാഷ്ട്രീയ പാരമ്പര്യം എന്നാണ്. അതാർക്കറിയാത്ത പൊളിറ്റിക്കൽ ലെഗസി എന്ന വാക്കിന്റെ അർത്ഥം രാഷ്ട്രീയ പാരമ്പര്യം എന്നാണ്. എങ്കിൽ കൂടിയും രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ പറഞ്ഞു ബൽറാം എന്റെ അതിഥിയാണ്. പറയാനുള്ളൂ. ഓക്കെ, ഞാൻ തിരികെ ഇടപെടാം.